സുഖാണല്ലായിരുന്നു? സുഖാണോ? രേഖപ്പെട്ട എപ്പോഴാണ് രേഖപ്പെട്ട? സുഖാണോ? അങ്ങനെ പോകുന്നല്ലേ, നന്നായിട്ട് പോകുന്നല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് 103-ാം സങ്കീർത്തനം കർത്താവ് നമുക്ക് ആരാധനയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന 103-ാം സങ്കീർത്തനമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എക്സ്പ്രഷൻ തന്നെ അതാണ്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്തിനാണ് കർത്താവിനെ വാഴ്ത്തേണ്ടത്? തൊട്ടടുത്ത വചനം പറഞ്ഞു, അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. സ്ക്രീനിൽ വന്നില്ലേ? 103:2. 103:2. എന്തിനാണ് കർത്താവിനെ വാഴ്ത്തേണ്ടത്? എന്തിനാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്? അവിടെ പറയുകയാണ്, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്ത് അനുഗ്രഹമാണ് അവിടെ നമുക്ക് നൽകിയത്? എന്ത് അനുഗ്രഹമാണ് അവിടെ നമുക്ക് നൽകിയ? തൊട്ട് താഴത്തെ വചനം എന്താ പറയുന്നത്? ഇതാ, നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. കണ്ടോ? നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ അകൃത്യങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു. ദൈവം പറയുന്ന, മകനെ ഇതാ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനില്ല. പിന്നെയും അതിനെ താഴേക്ക് പറയുകയാണ്, ഇതാ നിന്റെ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്? ദൈവം നമുക്കറിയാം, സൃഷ്ടാവാണ്, നമ്മള് സൃഷ്ടികളുമാണ്, അല്ലേ? അവൻ വൈദ്യന്റെ വൈദ്യനാണ്, സൃഷ്ടിച്ചവൻ, സുഖപ്പെടുത്തുന്ന ദൈവമാണ്, അല്ലേ? വചനം പറയുന്നില്ലേ, പുറപ്പാട് 15:26? എന്താ പറഞ്ഞ അതിന്റെ അവസാന ഭാഗം? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താ അവന്റെ ആഗ്രഹം? എനിക്ക് സ്വർഗത്തിൽ പോകണം, നിത്യത എനിക്ക് സ്വന്തമാക്കണം. ഇതല്ലേ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലേ? മറ്റുള്ള ആഗ്രഹങ്ങളെല്ലാം ലഭിച്ചാലും ജഗവട്ട അതൊക്കെ മാറിപ്പോവും, അല്ലേ? ഒന്ന് ആലോചിച്ച് നമ്മള് മറ്റെന്ത് സംഭവങ്ങള് നമ്മൾ വാരി കൂട്ടിയാലും വെട്ടിപ്പിടിച്ചാലും അതെല്ലാം, അല്ലേ? എല്ലാം സഭാപ്രസംഗം പറയുന്ന പോലെ എല്ലാം മായ, സർവ്വതും മായ. ലോകത്തിലേക്ക് സർവ്വതും മായ, എല്ലാം നീങ്ങിപ്പോകും. എന്നാൽ നീങ്ങിപ്പോകാത്ത ഒരൊറ്റ സംഭവമേ ഉള്ളൂ, നിത്യത. നിത്യത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവിനെ ആരാധിക്കേണ്ടത്. കർത്താവിനെ ആരാധിക്കേണ്ടത് ഈ ഒരൊറ്റ സംഭവത്തിന് വേണ്ടിയാ, മറ്റൊന്നിനും വേണ്ടി കർത്താവിനെ ആരാധിക്കേണ്ട. കാരണം എന്താ? കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്ന നമ്മളോട് കർത്താവ് എന്നാ പറയുന്നേ? നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തന്നുകൊള്ളാം, തന്നുകൊള്ളാം. അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിച്ച ആദ്യം അന്നൊന്നു വേണ്ട ആഹാരം ഈശ്വർ ഒറ്റ പ്രാർത്ഥനയാണ് പഠിപ്പിച്ചുള്ളൂ, അല്ലേ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക്, നാളത്തെ കാര്യം പറയുന്നില്ല, ഇന്ന് ഞങ്ങൾക്ക് തരണം, തന്നോളും. അതിൽ വിശ്വസിച്ചാൽ മതി, തന്നുകൊള്ളും. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ
ചൊരിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നവന് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന ഇതാണ്. അവനെ പാതാളത്തിലേക്ക് തള്ളിക്കളയാതെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മളെ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ആത്മാവുമായി ഒന്നായി തീരുവാൻ. നമ്മുടെ ആത്മാവിലെ മരണത്തോടു കൂടി നമ്മുടെ ശരീരമുണ്ടോ? ആത്മാവ് വേർപെടുന്ന ശരീരത്തിൽ നിന്ന്, അതിനാണ് മരണം എന്ന് പറയുക. ഈ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ലയിക്കണം, ഒന്നായി തീരണം. ഇതാണ് നിത്യത. പറയുകയാണ്, നിന്നെ പാതാളത്തിലേക്ക് തള്ളിക്കളയാതെ നിത്യതയിലേക്ക്, നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് അവിടുന്ന് പറയാണ് അർത്ഥാനുഗ്രഹം. അവിടുന്ന് പറയുകയാണ്, നിന്നെ സ്നേഹവും കരുണയും കൊണ്ട്. എന്താ വാക്ക്? നിന്നെ കിരീടം അണിയിക്കും. കിരീടം അണിയുന്നത് ആരാ? അതായത് അങ്ങ് ഏറ്റവും ഹൈ പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഈ കിരീടം. നമ്മൾ കാണുന്നില്ലേ വിശുദ്ധരിലേക്ക് തലയില് ഓരോ കിരീടം വെച്ച് കൊടുത്തിട്ട് പള്ളി കാണുന്നില്ലേ? സെബസ്ത്യാനോസിന്റെ, അന്തോണീസിന്റെ, എല്ലാവരുടെ തലയിൽ ഓരോ സംഭവങ്ങളുണ്ട് അല്ലേ? അതൊരു സ്പെഷ്യൽ അനോയിന്റിങ് അവരിലുണ്ട് അല്ലേ? അതിന്റെ അടയാളമാണ് അവര് സ്പെഷ്യലാണ്. സാധാരണക്കാരല്ല, അവര് സ്പെഷ്യലാണ്. അവിടെ എന്റെ ദൈവത്തിന്റെ സ്നേഹവും കരുണയും കൊണ്ട് അവിടുന്ന് നമ്മളെ കിരീടം അണിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ഇതാണ് ആരാധന. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. നമ്മൾ എന്തിനാ സാധാരണ ആരാധനയ്ക്ക് കടന്നു പോകുന്നത്? എന്തിനാ? എന്ത് ലക്ഷ്യത്തോടു കൂടി? എവിടെ ചെന്നാൽ നമുക്ക് എന്ത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. അഥവാ എനിക്ക് എന്ത് കിട്ടും, അഥവാ എനിക്ക് എന്ത് കിട്ടും. നമ്മൾ ആദ്യം കടന്നുപോയി എനിക്ക് തോന്നുന്നു അല്ലേ? എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആരാധനയുടെ മറ്റൊരു വശത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്ത് എനിക്ക് കൊടുക്കാൻ പറ്റും? എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും, നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുക. യഥാർത്ഥ ആരാധന. നീ കാഴ്ച നേർച്ചകളുമായി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നു. ഈ ഒരു 10 മെഴുകുതിരി അവിടെ കത്തിക്കുന്നു. 2 ടൺ ഭാരമുള്ള കുരിശുമായും മലയാറ്റൂർമല ഇത്തവണ ഒരു 10-50 പേര് 60 പേരൊക്കെ കൂടി കേറുന്നു. എന്താ യഥാർത്ഥമായ ആരാധന? ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്താ? ഇനി നമ്മൾ തിരിച്ചറിയണം. എസ്പെഷ്യലി കാത്തലിക് നമ്മൾ തിരിച്ചറിയണം എന്താ ആരാധന, എങ്ങനെ ആരാധിക്കേണ്ടത്, എന്തിനു വേണ്ടി ആരാധിക്കേണ്ടത്. കൊടുക്കാൻ വേണ്ടിയാണ് ആരാധിക്കേണ്ടത്. എന്ത് കൊടുക്കണം? എന്നെ തന്നെ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? അത് റോമ 12:1 കിടപ്പുണ്ട്, 1-2 വചനത്തിൽ കിടപ്പുണ്ട്. എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം. ആരാധനയുടെ വലിയൊരു ഡെഫിനിഷനാണ് നമ്മളിവിടെ കാണുക. റോമ 12:1-2 തിരുവചനം. നിങ്ങളുടെ ശരീരങ്ങളെ കേട്ടോ. എന്താ പറയുക? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താ? ഞാൻ തന്നെ, എന്നെ തന്നെ അല്ലേ? എന്റെ ശരീരം ഞാൻ തന്നെ, എന്നെ തന്നെ വിശുദ്ധിയോടെ ദൈവത്തിന് പ്രീതികരമായ
സജീവ ബലി എന്ന് പറയുമ്പോ എന്താ? അതിനകത്തൊരു സമ്പൂർണതയുണ്ട്, പൂർണ്ണതയുണ്ട്. സജീവ ബലിയായി, ഒരു ബലിയായി നിന്നെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൊ എന്നെ തന്നെ ദൈവത്തിന് ബലിയായി സമർപ്പിക്കുമ്പോൾ പിന്നെ ഞാനെന്ന വ്യക്തി അവിടെ ഇല്ല. ഞാനെന്ന വ്യക്തി അവിടെ ഇല്ല. എന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് ഞാൻ കൊടുത്തു. ഇനി ഞാൻ എന്റേതല്ല, ഞാൻ ലോകത്തിൻ്റെതല്ല. ഇത് ആരാധന. ഞാൻ ലോകത്തിൻ്റെതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്. അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. മക്കളെ, ഇതാണ് യഥാർത്ഥമായ ആരാധന. കാരണം എന്താ? അത് ചിന്തിച്ചു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്തോസ് 3:16. എന്താ ഇവിടെ പറയുന്നത്? 1 കൊരിന്തോസ് 3:16. എന്തോ? നിങ്ങൾ കണ്ടോ, നമ്മൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പിന്നെന്താ പറയുന്നേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവർ ദൈവവും നശിപ്പിക്കുമെന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. നിങ്ങൾ ആലയം നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ആലയമായി മാറുകയാണ്. ഓരോ ആരാധനയിലും, ഓരോ ബലിയർപ്പണത്തിലും ഞാനെന്ന വ്യക്തി അവിടെ ശൂന്യവൽക്കരിക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ സ്വന്തമായി ഞാൻ മാറുകയാണ്, തീരുകയാണ്. ഒരാരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ, ഒരു ബലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാനെന്ന വ്യക്തിയല്ല പിന്നെ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അവനെ മറ്റൊരു ക്രിസ്തു എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. അവന്റെ ഉള്ളിലുള്ള മിശിഹായെ അവന് കാണാൻ കഴിഞ്ഞിട്ടാണോ ആവോ ഈ സ്തുതി കൊടുക്കുന്നതെന്ന് സംശയമുണ്ട്. പക്ഷെ അതങ്ങ് ശീലിച്ചു പോയി, അങ്ങനെ കൊടുക്കുക. യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കണ്ടിട്ടാണ് നമ്മൾ സ്തുതി കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്നെ തന്നെ പൂർണ്ണമായും ശൂന്യവൽക്കരിക്കുന്ന ഒരവസ്ഥയാണ്. ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. കുഞ്ഞെ, നിന്നെ തന്നെ നീ പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കണം. അതുകൊണ്ടാണ് പൂർവ്വപിതാക്കന്മാരുടെ ആരാധനയിൽ, ബലിയിൽ കർത്താവ് സംപ്രീതനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം അബ്രാഹത്തിന്റെ ബലി, അതിനു മുമ്പ് അല്ലേ ആബേലിന്റെ ബലി. ആബേലിന്റെ ബലിയിൽ കർത്താവ് സംപ്രീതനായി. കായന്റെ ബലിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണമായിരുന്നില്ല, ഒടുക്കലായിരുന്നില്ല. അതുകൊണ്ടാണ് ഉചിതമായത് നീയും അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ, ചെയ്തിരുന്നുവെങ്കിൽ നിന്നിൽ ഞാനും സംപ്രീതനാകുമായിരുന്നില്ലേ? ആയരോട് ചോദിക്കും, എന്തിനാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന പൂർണ്ണതയുള്ള ഒരു ബലി. നമുക്കറിയാം അബ്രാഹത്തിന്റെ ബലി പൂർണ്ണതയുള്ള ബലിയാണ്. ഏകജാതനെ ദൈവം പറഞ്ഞു ബലി കഴിക്കുക, ഓറിയാമലയിലേക്ക് പോകും, അവിടെ ബലി കഴിക്കുക. എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ ഇതവിടെ ബലിയർപ്പിക്കുകയാണ്. ആ ബലിയിൽ കർത്താവ് സംപ്രീതനായി. അതുകൊണ്ടാണ് ഇന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നേ, പൂർവ്വപിതാവായ അബ്രാഹമേ,
അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റിയത്? പൂർവപിതാവിന്റെ ബലി സമ്പൂർണതയിൽ നടന്ന ഒരു ബലിയായതുകൊണ്ടാണ് നമുക്ക് ഇന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ കായനെ പോലെ തള്ളപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ബലി ഈ ഒരു ബലിയാണ്, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഇന്ന് എന്നെ തന്നെ പൂർണ്ണമായും ഞാൻ ബലിയിൽ, ഈ ആരാധനയിൽ ഞാൻ പൊട്ടിക്കും. ആരാധന ഒരു ബലിയായി മാറണം. അതുകൊണ്ടാണ് നമുക്ക് അനുഭവമാകാത്തത്, അല്ലേ? ചില ആഴ്ചകളിൽ പറയുമോ, ഇന്നത്തെ ആരാധന ഭയങ്കര അഭിഷേകമായിരുന്നു, ഇന്നത്തെ ആരാധന ഒന്നും ഉണ്ടായില്ല. ഉണ്ടാവാത്തതുകൊണ്ടൊന്നുമല്ല, സംഭവം ഇതാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ഒടുക്കൽ സമർപ്പണം അത് നടക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിന് മാറ്റമുണ്ടോ? ദൈവാത്മാവിന്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമുണ്ടോ? അവൻ പറഞ്ഞിരിക്കുന്നത് എന്റെ നാമത്തിൽ 2 3 പേർ അവിടെ ഒരുമിച്ച് കൂടിയാലും ഞങ്ങളുടെ മധ്യമുണ്ട്. അതിന് മാറ്റമില്ലല്ലോ, ഒരു മാറ്റമില്ല. പിന്നെ ആർക്കാ മാറ്റം വന്നിരിക്കുന്നത്? വ്യത്യാസം വന്നിരിക്കുന്നത് ആർക്കാ? എനിക്ക് നിങ്ങൾക്ക് കർത്താവിനൊരു മാറ്റം വന്നിട്ടില്ലെന്ന് മനസ്സിലായോ? അതുകൊണ്ട് എന്നെ തന്നെ പൂർണ്ണമായും എനിക്ക് തമ്പുരാന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ ധന്യനായി. എന്റെ ബലി, എന്റെ ആരാധന ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയായി മാറുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ആരാധകർ എങ്ങനെ ആരാധിക്കും? ആത്മാവിലും സത്യത്തിലും. സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞത് അല്ലേ? യോഹന്നാൻ 4 നമ്മൾ കാണുന്നുള്ളത്. ഈശോ പറഞ്ഞ യഥാർത്ഥ ആരാധകർ ഇവിടെയാണ് നമ്മൾ കാണുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടെ നിന്ന് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും നീ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഈ നിമിഷം വരെ ഇന്ന് ഈ സമയത്ത്, ഇന്ന് പ്രഭാതത്തില് ഉണർന്ന് ഈ സമയത്തിനുള്ളിൽ എത്ര പേര് ഈ ലോകത്ത് നിന്ന് മാറ്റം വന്നു? എത്ര പേര് അപകടങ്ങൾക്കിരയായി ഐസിയുലായിട്ടുണ്ട്? എത്ര പേര് മരണപ്പെട്ടു? അല്ലേ? എത്ര പേര് അനർത്ഥങ്ങളിലും വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടി? ഈ സമയം വരെ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഉള്ള ഹൃദയം തുറന്നുള്ള ഒരു സമർപ്പണവും ഒരു നന്ദി പറച്ചിലുമായിരിക്കണം എന്റെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ എന്റെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധഭാവത്തെ പുകഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരനുഗ്രഹവും നമ്മൾ മറക്കാൻ പാടില്ല. ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് പൂർണ്ണമായുള്ള സമർപ്പണം നടത്തി ആരാധിക്കാനായിട്ട് പറ്റും. അവിടെ ഒന്നും കാണുന്നില്ല, പിന്നെ രോഗം കാണുന്നില്ല, അല്ലേ? നമ്മുടെ ഭാരം കാണുന്നില്ല, ദുഃഖ നിരാശകളൊന്നും നമ്മളവിടെ കാണുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അവനെ ഒന്ന് ഉണർത്തണം, അവനെ ഒന്നുണർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നില്ലേ, അല്ലേ? വള്ളത്തിന്റെ അമരത്ത് തലവെച്ചുറങ്ങുന്ന ദൈവം. യഥാർത്ഥത്തിൽ ഈശോ ഉറങ്ങുകയായിരുന്നോ? ആണോ? വചനം പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഇവിടെ പറയുകയാണ് അവൻ അമരത്ത് തലവെച്ച് ഇതാ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു. കൊച്ചു വെള്ളത്തിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചു കയറി. അവര് ഭയന്ന്
നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങൾ നശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ഭയപ്പാടാണ് നമ്മളെ പിടികൂടിയിരിക്കുക. ലോകത്തിൽ നിന്ന് ആഞ്ഞടിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾ ഇതിലേക്ക് നോക്കി നമ്മൾ ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് നമ്മളിരിക്കുകയാ. അതിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? ഈശോ ഉണ്ട്. ഒന്ന് വിളിക്കേണ്ട താമസം, ഒന്നുണർത്തേണ്ട താമസം. അവൻ എണീച്ച് കാറ്റിനോട് അടങ്ങുക, കടലിനോട് ശാന്തമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടാവ് കൽപ്പിച്ചാൽ സൃഷ്ടി ജീവനുള്ളതല്ല. വെള്ളത്തിന് ജീവനുണ്ടോ? കാറ്റിന് ജീവനുണ്ടോ? ഒറ്റ വാക്ക്, അടങ്ങുക, ശാന്തമാകുക. വലിയ പ്രശാന്തത ഉണ്ടായി. കാറ്റ് ശമിച്ചു, തിരകൾ ശാന്തമായി അടങ്ങി. ഇന്നിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അലയടിച്ച് തിരകൾ ഉയരുന്നത് പോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പെട്ടെന്ന് അർത്ഥം തിരിയുന്ന നമ്മൾ അതിനെ ഭയപ്പെട്ട്, അതിനെ നോക്കി ഭയപ്പെട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ എവിടെ? നമ്മുടെ വിശ്വാസം എവിടെ? കർത്താവ് അവരെ വഴക്ക് പറഞ്ഞില്ലേ? നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം. കർത്താവ് ഉറങ്ങിയിട്ടില്ല. അവരൊന്ന് പരീക്ഷിച്ചതാ. കാരണം എന്താ? ഞാനില്ലാതെ ഇനി അവര് ഈ ആഞ്ഞടിക്കുന്ന, കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന, പർവ്വതീകരിക്കുന്ന അവസരങ്ങളിലേക്ക് അവര് ഈ ലോകത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ മുമ്പിൽ ഇങ്ങനെ പർവ്വതീകരിക്കുന്ന വലിയ അവസ്ഥ പോലെ നിൽക്കുകയാണ്. അതിലേക്ക് അവർ ഇറങ്ങാൻ പോകുകയാണ്. അങ്ങനെ ഇറങ്ങണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിലൂടെ അവരെ കടത്തി വിടേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മളെ ശക്തീകരിക്കാൻ, ഈ ലോകത്തിന് പിടിച്ചു നിൽക്കാൻ, കടന്നു വരുന്ന വലിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ, വീണു പോകാതെ സ്റ്റേണായി നിൽക്കാൻ, വിശ്വാസം കാത്ത് സംരക്ഷിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില ടെസ്റ്റോസ് ആണ് ഈ തിരമാലകൾ, ഈ കൊടുങ്കാറ്റുകൾ, ഈ പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധികൾ. അതിലേക്ക് നോക്കി നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നത്. അതിനെ നോക്കി ഭയപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ? കർത്താവ് എന്നാ പറഞ്ഞു നമ്മളോട്? ഈ ലോകത്തിലുള്ള സംഭവങ്ങള് അതവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ വലിയവൻ എവിടെയുണ്ട്? കേൾക്കപ്പെട്ട അതിനേക്കാൾ വലിയവൻ ഈശോ എന്നാ പറഞ്ഞ? നിങ്ങളുടെ ഉള്ളിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയാതെ കൊണ്ടാണ് ഞാൻ ഈ പ്രശ്നങ്ങളിൽ പെട്ടു തളർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പറയും ആനയ്ക്ക് ആനയുടെ വലിപ്പം വിലയല്ല, വലിപ്പം അറിയില്ല. വലിപ്പം കൂടെ അറിഞ്ഞായിരുന്നെങ്കിൽ അവനിപ്പൊ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി 100 ഇരട്ടി അവനിപ്പോ ടൗണിലേക്ക് വരെ ടൗണിലേക്ക് വരെ ഗോതമ്പലം പെരുമ്പാവൂർ ടൗൺ വരെ എത്തിയല്ലേ അല്ലേ? നമുക്കറിയാം കോട്ടപ്പടി വരെ വന്നു. ഇപ്പൊ എന്തോരുണ്ട് കുറുപ്പമ്പടി പെരുമ്പാവൂരൊക്കെ. അപ്പൊ അവനവന്റെ വലിപ്പം അറിയാത്ത എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വില എന്താണ്, നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ നോക്കി. ഈശോ പാഴ്വാക്ക് പറയോ? ലോകത്തിലുള്ളവനേക്കാൾ, മനസ്സിലായോ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്
നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, നമ്മൾ ഭയപ്പെടേണ്ടെന്നേ ലോകത്തെ നോക്കി, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നോക്കി നമ്മൾ തളരണ്ടെന്നേ. അവിടെയൊക്കെ ഒരു ഉത്ഥാനമുണ്ട്, ഒരു ഉയർപ്പുണ്ട്. അതാ ഈശോ നമുക്ക് കാണിച്ചതല്ലേ, മരണത്തെ അതിജീവിച്ചവൻ. ഇനി ഒരു മരണമില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ആരില്ല, മരിച്ച ദൈവത്തിലോ അതേ ഉദ്ധിതനിലോ. നമ്മൾ ആരില്ല വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയും നമ്മൾ തിരിച്ചറിയണം. ആ അഭിഷേകം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഒന്ന് പൂർണ്ണമായി കൊടുത്തൊന്ന് ആരാധിച്ച് നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആരാധനയിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, രോഗപീഡനങ്ങൾ വിട്ടുപോകും, സകല കെട്ടുകളും അഴിഞ്ഞു വീഴും. എത്ര വലിയ പാരമ്പര്യത്തിന്റെ കെട്ടുകളാകട്ടെ, പഴമയുടെ ചില ബന്ധനങ്ങളാകട്ടെ, അതെല്ലാം അഴിഞ്ഞു വീഴും, അഴിഞ്ഞു വീഴും. കാരണം ആ ആരാധനയിൽ, അങ്ങനെയുള്ള ആരാധനയിൽ ഇറങ്ങി വന്ന് ആരാധിക്കുന്ന മക്കളെ അഭിഷേകം ചെയ്ത് ശക്തീകരിച്ച് യഥാർത്ഥ ഒരു ദൈവ പൈതലാക്കി അവിടെ മാറ്റുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് അതാണ്. ആ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നമ്മൾ ആരാധിക്കണം. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ ലോകത്തെ ഭയപ്പെടില്ല, ഞാൻ ലോകത്തെ ഭയപ്പെടില്ല. ഒരു തിന്മയും, ഒരു തിന്മയും നിനക്ക് ഭാവിക്കുകയില്ല. ദിവസത്തിൽ 2-3 വട്ടമൊക്കെ ചെല്ലാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ചെല്ലാറുണ്ട് നമുക്ക് സങ്കീർത്തനം. ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലും ഇല്ല. നീ ആയിരിക്കുന്ന, നീ ഇടപെടുന്ന ആ അവസ്ഥയിലൊന്നും ഒരു തിന്മയുടെ ശക്തിയും നിന്നെ തകർക്കത്തില്ല. അതാ വചനം പറയുന്നത്. കാരണം എന്താ? കാരണം എന്താ? ദൈവഭക്തരുടെ ചുറ്റും 36 സങ്കീർത്തനം 7 വചനം എന്താ പറയുന്നത്? ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച ആര്? കർത്താവിന്റെ ദൂതന്മാർ. അവർക്ക് ചുറ്റും പാളയമടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൂതന്മാരുടെ പാളയം ഭേദിച്ചുകൊണ്ട്, ആ സംരക്ഷണ കവചം ഭേദിച്ചുകൊണ്ട് ഒരു ദുഷ്ടശക്തി നിന്നെ പിടികൂടുമോ? ഒരിക്കലുമില്ല. കർത്താവിന്റെ ദൂതന്മാരുടെ കോട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു സൈന്യത്തെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ശത്രു സൈന്യത്തെ നമ്മൾ നിഗരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ശത്രു പാകിസ്ഥാനിൽ വരുന്ന മിസൈലുകളെ ഒക്കെ അവിടെ വെച്ച് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു ദൈവ ഭക്തന്റെ ചുറ്റും ഒരു സംരക്ഷണ കവചം തീർത്തുകൊണ്ടൊരു ദൂതന്മാരുടെ ഗ്യാങ്ങുണ്ട്. അതിനെ ഭേദിച്ച് ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ പിടികൂടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും, ചില കാര്യങ്ങൾക്ക് കുറവുണ്ടാവുന്നതാണ് പറയുന്നത്. ഒന്നിനും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് 36 സങ്കീർത്തനം 10 ഒന്നിനും കണ്ടോ. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? നമ്മൾ ഈ പരക്കം വെച്ച് പോകുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്. ആരാണ് കർത്താവിനെ അന്വേഷിക്കുന്നവർ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബേട്ടാ, എനിക്കെന്തോ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ വരുമ്പോഴല്ലേ ഞാൻ അന്വേഷിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്
കേട്ടോ, അന്വേഷിക്കണം. ദൈവ സാന്നിധ്യത്തിന്റെ കുറവ് എന്നിലുണ്ട്. ഇത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് ആരെ അന്വേഷിക്കുന്നത്? കർത്താവിനെ അന്വേഷിക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. പറഞ്ഞിരിക്കുന്ന മനുഷ്യനല്ല, ദൈവമാണ്. അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. അല്ലേ? മത്തായി 7 പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ആരാധനയുടെ നിമിഷമാണ്. ഈ ആരാധനയുടെ സമയമാണ് കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന സമയം. കർത്താവ് പറയുക, ഈ തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തി എന്ന തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ, നീ അതിൽ നിന്നുകൊണ്ട് ആരാധിച്ചാൽ, ആ കുറവിൽ നിന്നുകൊണ്ട് ആരാധിച്ചാൽ, ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് ആരാധിച്ചാൽ, കർത്താവിന്റെ വചനം പറയുകയാണ്, ദൈവമായ കർത്താവിനെ കണ്ടെത്താൻ ദൈവം തന്നെ ഇടവരുത്തും. ജെറമ്യ 29:13 ഇടവരുത്തും. ദൈവത്തെ കണ്ടെത്താൻ ദൈവം തന്നെ ഇടവരുത്തും. കാരണം പരമപരിശുദ്ധനായ ദൈവത്തെ ഒന്നും ഒരു മനുഷ്യൻ ഓടിപ്പോയി കാണാനൊന്നും പറ്റത്തില്ലെന്നേ. മോശയ്ക്ക് പറ്റിയോ? നീ വേണമെങ്കിൽ എന്റെ ഷെയ്ഡൊന്ന് കണ്ടെത്താൻ പറഞ്ഞു, അല്ലേ? ഒരു വശം ഒരു നിഴലൊന്ന് കണ്ടോളാൻ പറഞ്ഞു. കർത്താവ്, ഞാൻ തന്നെ മനസ്സ് വെക്കണം എന്നെ കണ്ടെത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്നൊക്കെ എങ്ങനെ മാറി? ബലഹീനമായ കരങ്ങളിൽ ഒരു കുഞ്ഞപ്പമായി കടന്നു വരാൻ, അല്ലേ? അകത്യം നിറഞ്ഞ നാവില് ഒരു ചെറിയ മാംസകഷ്ണമായി കടന്നു വരാൻ തക്കവണ്ണം ദൈവം ചെറുതായി, ദൈവം എളിമപ്പെട്ടു. മനുഷ്യൻ എളിമപ്പെടാത്തത് കൊണ്ട്, മനുഷ്യൻ ചെറുതാകാത്തത് കൊണ്ട് ദൈവം എളിമപ്പെടുകയാണ്. മനുഷ്യനേക്കാൾ താഴ്ന്നു. ഭാവിയായ മനുഷ്യന്റെ പാദം കഴുകാൻ തക്കവണ്ണം ദൈവം താഴ്ന്നു. ഭാവിയായ മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തക്കവണ്ണം, അവസാനത്തുള്ളി രക്തം തരാൻ തക്കവണ്ണം ദൈവം ബലഹീനനായ ഒരു മനുഷ്യനേക്കാളും ദൈവം താഴ്ന്നു. ഈ അതിലും വലുതെന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്? മക്കളെ, അതിലും വലുതെന്താ നമുക്ക് വേണ്ടത്? നിനക്ക് രോഗസൗഖ്യം, നിനക്ക് സാമ്പത്തിക ഭദ്രത, ജോലി മേഖല, വിവാഹ തടസ്സം, നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടില്ല. ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. നീ എന്ത് കിട്ടും ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്ന ദൈവം പടഞ്ഞൊരു ബലിയായി തീർന്നവനാണ്. കനോസിസ്, ശൂന്യവൽക്കരണം ഇവിടെ കാണുകയാണ്. ആരാധനയിൽ നീ ശൂന്യവൽക്കരിക്കപ്പെടണം. നീ എന്ന വ്യക്തിത്വം ഇവിടെ ഉരുകിതി ഇല്ലാതാകണം. ഒരു മെഴുകുതിരി കത്തി ഉരുകി തീരുന്നത് പോലെ ഇല്ലാതാകണം. അവിടെ ജീവനുള്ള തമ്പുരാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കാൻ തുടങ്ങും. നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന് തമ്പുരാൻ നമ്മളോട് പറയുക. എന്റെ കുഞ്ഞെ, നീ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അത് അന്വേഷിച്ച് നീ കണ്ടെത്തുക. തീർന്നില്ല, അത് അന്വേഷിച്ച് നീ കണ്ടെത്തുക. അവിടെ എല്ലാം ചേർത്ത് നൽകുന്ന ഒരു സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു തലോടൽ അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അതാണ് ഈ 103-ാം സങ്കീർത്തനം നമ്മൾ കണ്ടത്. അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് തന്നെ കിരീടമണിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാടിയിരിക്കാം നമുക്ക്.
കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ മനസ്സാത്മാവ് ശരീരം എല്ലാം നമ്മൾ ഒരുക്കുക. ഓപ്പോസിറ്റ് ശക്തികളെ നമ്മുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയും, കുഞ്ഞേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് അതോ ഭയമാണ് നമ്മുടെ കൂടെ ഉള്ളത്? ആരാ നമ്മുടെ കൂടെ ഉള്ളത്? പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ചിലരുടെ കൂടെ ഭയം, ചിലരുടെ കൂടെ രോഗം, ചിലരുടെ കൂടെ ആകുലത, ചിലരുടെ കൂടെ ഭയങ്കര പ്രതിസന്ധി, പ്രശ്നങ്ങൾ. ഇതൊക്കെ മാറ്റിയിട്ട് കർത്താവ് നീ എന്നെ അങ്ങ് സ്വീകരിക്കുക, നീ എന്റെ കൂടെയായ, നീ എന്റെ കൂടെയായ, അപ്പൊ ഞാൻ നിന്റെ കൂടെ ആകാം, ഞാൻ നിന്റെ കൂടെ ആകാം. ഈശോ പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇത് 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 തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ തളർന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിയാത്തതുകൊണ്ട് ദൈവം എന്റെ കൂടെയുണ്ട്. ഇത് 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 ഈ തിരിച്ചറിവും ആഴമായ ഈ വചനത്തിലുള്ള വിശ്വാസവും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മള് പലവിധ അസ്വസ്ഥതകളുടെ ബന്ധനത്തിൽ കുടുങ്ങി അതിന്റെ അടിമത്തത്തിൽ നമ്മള് പെട്ട് നിരാശയിൽ, ദുഃഖത്തില്, വേദനയിൽ, അതിലേറെ ഭാരത്തില് നമ്മൾ ജീവിക്കുന്നതിന്റെ കാരണം അതാണ്. ഈ ബോധ്യം നമുക്കില്ല. മക്കളെ, ഈ ബോധ്യം നമുക്കുണ്ട്. കർത്താവാണ് എന്റെ കൂടെ, പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ആരെ ഭയക്കണം നീ? അതും പറഞ്ഞിരിക്കുന്ന വീരയോദ്ധാവിനെ പോലെ. സാധാരണ ചെറിയ ഒരു സാധാ ഒരു യോദ്ധാവൊന്നുമല്ല, വീര യോദ്ധാവിനെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീരയോദ്ധാവ് എന്നൊക്കെ പറഞ്ഞാരാ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, രണ്ട് ലേഡികളാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് അല്ലെ? ഒരു സോഫി ഖുറൈശി അല്ലെ, മറ്റേ നാവികസേനയുടെ, കരസേനയുടെ അല്ലേ, രണ്ട് ലേഡിയാണ് നേതൃത്വം കൊടുത്തത് അല്ലേ? വീരയോദ്ധാവിനെ പോലെ അവർ പോയി അവരുടെ ദൗത്യം അവർ ചെയ്തു. പെണ്ണാന്ന് പറഞ്ഞ് പേടിച്ചു വെച്ചിരിക്കണോ ഇത്? അല്ല കേട്ടോ, ഇതാണ് ഇതാണ് വീരയോദ്ധാവിനെ പോലെ കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും നമുക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റും. അവിടെ ഭയം നമ്മളെ പിടികൂടില്ല, അടിമത്തം നമ്മളെ പിടികൂടില്ല. നമ്മൾ അടിമത്തത്തിന്റെ മക്കളാണോ? ആണോ? അവർ കാപ്റ്റിവിറ്റി ഈസ് ഓവർ. അടിമത്തം നമ്മിൽ നിന്ന് കടന്നുപോയി. നമ്മള് എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഒറ്റ ഒരാളെ ഭയപ്പെട്ടാൽ മതി. ആരെ? ആരെ? വേറെ ആരെയും നമ്മൾ ഭയപ്പെടാട്ടോ. ധ്യാനഗുരുമാരൊക്കെ നമ്മളെ പേടിപ്പിക്കും. അവരൊന്നും ഭയപ്പെട്ടേക്കരുത്. ഒറ്റയാളെ ഭയപ്പെടാവുള്ളൂ. ആരെയാ? ആരെ? കർത്താവിനെ മാത്രം ഭയപ്പെടുക. ധ്യാനഗുരുമാരെ ആദരിക്കുക, ബഹുമാനിക്കുക, ഭയപ്പെടരുത്. അതൊരു കെണിയാണല്ലേ മനുഷ്യനെ ഭയക്കുന്നത്? ഒരു കെണിയാണെന്ന് വചനം പറയുന്നത്. അതുകൊണ്ട് അവരൊക്കെ മനുഷ്യരാണ് അല്ലേ? ദൈവത്തെ മാത്രമേ ഭയപ്പെടാവുള്ളൂ. അങ്ങനെ ഭയപ്പെട്ട് ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വായത്തമാക്കാൻ പറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹം. ആദ്യം നമ്മൾ കണ്ടു, എന്റെ മക്കളെ ഒരിക്കൽ ഞാൻ പാതാളത്തിലേക്ക് തള്ളിക്കളയുകയില്ല. നമുക്ക് ഇനി അതിലും വലുതൊന്നും കിട്ടാനില്ല. 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശു കർത്താവിന് നാദരക്ഷകനുമായി ചങ്കിനകത്ത് കൊണ്ടു നടക്കുന്ന, സാക്ഷ്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് പാതാളത്തിൽ പതിക്കുകയില്ല. 100% ഗ്യാരണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവനെ കൂട്ടി വേണം
നമ്മളിനി നമ്മുടെ യാത്ര മുമ്പോട്ട് പോകാം. നമ്മുടെ യാത്ര മുമ്പോട്ട് പോകാം. അവനെയും കൂട്ടി വേണം, വേറെ ആരെയും കൂട്ടില്ല, ആരുടെ വാക്കും വേണ്ട. ഇത് പറഞ്ഞിരിക്കുന്നവൻ എൻ്റെ ഉള്ളിലുണ്ട്, അവനെ കൂട്ടി വേണം നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ, നമ്മളിനി യാത്ര ചെയ്യാൻ, നമ്മൾ ഓരോ പ്രവൃത്തികളിലും ഏർപ്പെടാൻ, ഓരോ സംഭവങ്ങളിലേക്കും കാലെടുത്ത് വെക്കാം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ വാക്കിൽ വിശ്വസിച്ച് നീ ഇറങ്ങിയാൽ, അല്ലേ, ഇറങ്ങിയാൽ. വെറും ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന പണിയായിരുന്നു അബ്രഹാം, അല്ലേ? അബ്രഹാം എന്നായിരുന്നു പേര്. ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹാം എന്നായിരുന്നു. വെറും ഒരു വിഗ്രഹ തൊഴിലാളി, അല്ലേ? ദൈവമായ പറയുകയാണ്, നിന്റെ ദേശത്തെയും ദേശക്കാരെയും നാടും വീടും നിന്റെ സർവ്വതും ഉപേക്ഷിച്ച് നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഒരൊറ്റ വിശ്വാസം ദൈവത്തിൽ. ദോഷം വന്നോ? അതിനാദ്യം പറഞ്ഞ, ഇപ്പോഴും നമ്മൾ എന്താ വിളിച്ച് പ്രാർത്ഥിക്കുന്നേ? അബ്രാഹത്തിന്റെ ദൈവമേ. ദോഷം വന്നോ? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന പണിക്കാരനായിരുന്നു അബ്രാഹാം. വിശ്വാസം. വിളിച്ചവൻ വിശ്വസ്തനാണെന്നേ. അവൻ നിന്നെ നയിക്കും, അവൻ നിന്നെ കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യം വെയിറ്റ് ആൻഡ് സീ. നമുക്കതില്ല, കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കില്ല. എന്ത് വേണം? ഇപ്പൊ കിട്ടണം. നമ്മളിൽ എന്തിനാരാധന? ഇപ്പൊ കിട്ടണം. എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് തന്നില്ല? ഇങ്ങനെ ചോദിക്കുന്ന ഒത്തിരി മക്കൾ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടാത്തതുകൊണ്ട് ആരാധിക്ക് വരാത്ത എത്രയോ മക്കളുണ്ട് നമ്മൾ കാണുന്നുണ്ട്. വിളിച്ച് തെറി പറയുന്നവരുണ്ട്. ഇയാൾ ഈ കുടയെ കുറിച്ച് എന്തിനാണ് ചോദിക്കുന്നത്? എന്തൊക്കെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവിന് എന്നേ പറയാനുള്ളൂ, വെയിറ്റ് ആൻഡ് സീ. കാണണമെങ്കിൽ നീ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ അനീഷക്കുട്ടി 5 വർഷം കാത്തിരുന്നു. എവിടെയെങ്കിലും സൂപ്പർ നാച്ചുറാലിറ്റി സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നോ? തൊടുമ്പോഴത്തേനും കറണ്ട് അടിച്ച പോലെ എടുത്തെറിയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നോ? ഇല്ലല്ലോ. ഒരു സ്ഥലത്ത് പറിച്ച് താഴേക്കാണ് സംഭവം ഉണ്ടായിട്ടില്ല. വെയിറ്റ് ആൻഡ് സീ. 5 വർഷം തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ, ആരാധനയോടെ, വിശ്വാസത്തോടെ കാത്തിരുന്നു. ഫലം ഉണ്ടായോ? പിന്നെ എന്ത് തേങ്ങയാ നീ? ഫലം ഉണ്ടായോ? ഇത് സാധാരണ മക്കൾ പ്രാർത്ഥിച്ചപ്പോൾ കാണുന്ന കാര്യങ്ങളല്ലേ? ആണോ? നമുക്ക് മെത്രാഭിഷേകം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ടോ? എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഈശോ വീണ്ടും അത് തന്നെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചോദിച്ചിട്ട് കിട്ടിയവരും ഭാഗ്യവാന്മാർ, കിട്ടാത്തവരും ഭാഗ്യവാന്മാർ. കാരണം അന്വേഷിപ്പിൽ കണ്ടെത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.